السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. നമ്മൾ ഇൻഷാ അല്ലാഹ് 9ാമത്തെ ജുസ് പഠിക്കാൻ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 9ാമത്തെ ജുസിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഷുഐബ് നബിയെ പറ്റിയാണ്. ഷുഐബ് നബി തൻ്റെ സമൂഹത്തോട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വരിക, നിങ്ങൾ തിന്മയെ വെടിയുക, ഇസ്ലാമിലേക്ക് വരിക, നിങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വരിക എന്ന് ദഅവത്തിൻ്റെ വിഷയങ്ങളുടെ ചർച്ച ചെയ്യുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال الملأ الذين استكبروا من قومه لنخرجنك يا شعيب. അങ്ങനെ തുടർന്നിട്ടുള്ള നീണ്ട ഒരു വിഷയമാണത്. അവിടെ ചർച്ച ചെയ്യുന്നത് ഷുഐബ് നബി ദഅവത്ത് നടത്തിയപ്പോൾ അവർ പറയും, ഷുഐബെ, നിന്നെ നമ്മൾ ഇവിടെ നിന്ന് പുറത്താക്കും, നീ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ. ഒന്നുകിൽ നീ ഇത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മതമായ നമ്മുടെ ജാഹിലിയത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രപിതാക്കന്മാരുടെ മതമായ ആ മതത്തിലേക്ക് തന്നെ നീ തിരിച്ചു വരണം, അല്ലെങ്കിൽ നീ ഇവിടുന്ന് പോകണം. ഒന്നുകിൽ നീ നമ്മുടെ വഴി നീ സ്വീകരിക്കണം, അല്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങളൊക്കെ ചാക്കിലാക്കി, അല്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകണം എന്ന് ആ സമൂഹം ഷുഐബ് നബിയോട് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് മാത്രമല്ല, ഷുഐബ് നബിയെ നിങ്ങൾ പിൻപറ്റരുത്. അതിൻ്റെ ഷുഐബ് നബിയുടെ അവിടെ സമൂഹത്തിൻ്റെ നേതാക്കന്മാർ അവരുടെ ന്യായികളോട്, ആൾക്കാരോട് പറയുമായിരുന്നു, ഖാൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമിഹി ലഇൻ ഇത്തബഅതും ഷുഐബൻ. നിങ്ങളുടെ ഷുഐബ് നബിയെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, പിൻപറ്റുകയാണെങ്കിൽ, അവരുടെ മതം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ പരാജിതരാകുമെന്നും കൂടി അവർ പറയുമായിരുന്നു. അപ്പോൾ ഷുഐബ് നബിക്ക് വലിയ അക്രമങ്ങളും അവരെ ഷുഐബ് നബി നിസ്സാരപ്പെടുത്തലുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. നിങ്ങളിവിടുന്ന് പോകണം. അങ്ങനത്തെ അവർ ആവശ്യമായി ബന്ധപ്പെട്ട് അവിടെ നീണ്ട ചർച്ചകൾ വിഷയങ്ങളെ പറയുന്നുണ്ട്. നിങ്ങൾ ഹക്കിനെ പിൻപറ്റുക, അങ്ങനെ അവർ അതനുസരിക്കുന്നില്ല, അവർക്കുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട്. പിന്നെ അള്ളാഹു ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അദാബ് ഇറക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ അസുഖം, എന്തെങ്കിലും അപകടം ഇറക്കിക്കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിന് അള്ളാഹു ഇറക്കിക്കഴിഞ്ഞാൽ ആരാണ് അവരെ സംരക്ഷിക്കുക? ആരാണ് അവരെ രക്ഷപ്പെടുത്തുക? അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഒരു സമൂഹം, അവരിലേക്ക് അള്ളാഹു ഒരു വിഷമം, അല്ലെങ്കിൽ ഒരു പ്രശ്നം, ഒരു അസുഖം, അല്ലെങ്കിൽ ഒരു അപകടം അവർ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് അവർക്ക് ഇറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആരാണ് അവരെ രക്ഷിക്കുന്നത് എന്ന് അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഉറങ്ങിയിരിക്കുന്ന സമയത്ത്, ഒരു സമൂഹം ഉറങ്ങിയിരിക്കുന്ന സമയത്ത് അവരിലേക്ക് അദാബ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരാണ് അവരെ രക്ഷിക്കുക? അവരതിൽ നിന്ന് നിർഭയരാണോ? അല്ലെങ്കിൽ അവരുടേതായ ജോലികളിൽ, അല്ലെങ്കിൽ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ അവരിലേക്ക് അദാബ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരാണ് അവരെ രക്ഷിക്കുക? അവരതിൽ നിന്ന് നിർഭയരാണോ? അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വരുന്ന ഓരോ അസുഖങ്ങളും അല്ലെങ്കിൽ അദാബുകളും നമ്മൾ ഈ കൊറോണ ഒക്കെ അനുഭവപ്പെട്ടതാണല്ലോ. അപ്പോൾ അതൊക്കെ രക്ഷപ്പെടുത്താൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. നമ്മളെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രമാണ് കഴിയുക. വേറെ ഒരു സമൂഹത്തിനോ വേറൊരു ആൾക്കാർക്കോ കഴിയൂല. അത് സത്യമാണ്. 96ാമത്തെ ആയത്തിൽ അവിടെ പറയുന്ന, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ. ഒരു സമൂഹം അവർ വിശ്വസിക്കുകയും തഖ്വ അനുഷ്ഠിക്കുകയും ചെയ്താൽ, എന്ന് വെച്ചാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ, കൽപ്പിച്ച കാര്യങ്ങളെ അതനുസരിച്ച് വർത്തിക്കുകയും ചെയ്യരുത്, അത് പാടില്ല എന്ന് വർജിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളെ നമ്മളത് ചെയ്യാതെ പിൻപറ്റുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തും മിനസ് സമാ. ആകാശങ്ങളുടെ വാതിലുകൾ അല്ലാഹു തുറക്കും, ബറക്കത്തുകളുടെ.
ഒക്കെ നമ്മൾ ബറക്കത്തില്ല, മറ്റതില്ല, നമ്മൾ പരാതിപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായിട്ടുണ്ടോ, നമ്മുടെ തഖ്വ അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നാണ്. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ജുസ്ഉ തന്നെ ഏകദേശം കവർ ചെയ്യുന്ന മൂസാ നബിയുടെ നീണ്ട ചരിത്രമാണ്, വളരെ നീണ്ട ചരിത്രമാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോൾ കഴിയുന്നത് പോലെ നമുക്ക് ചുരുക്കി പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ثم بعثنا من بعدهم موسى بآياتنا إلى فرعون وملئه فظلموا بها فانظر كيف كان عاقبة المفسدين وقال موسى يا فرعون إني رسول من رب العالمين. മൂസാ നബിയുടെ ചരിത്രം. മൂസാ നബി പിന്നെന്താണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അപ്പോൾ മൂസാ നബി ഫിർഔനിൻ്റെ അടുത്തേക്ക്, ഫിർഔന് ഞാനാണ് വലിയ റബ്ബ് എന്നൊക്കെ വാദിക്കുന്ന ഈ വലിയ കാഫിറായിരുന്നു. അപ്പം അയാളുടെ അടുത്തേക്ക് മൂസാ നബി അള്ളാഹുവിൻ്റെ സന്ദേശമായി ദൂതനായി പോകുന്നു. മൂസ നബി പറഞ്ഞു, യാ ഫിർഔനു ഇന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഞാൻ ദൂതനാണ്, റസൂലാണ്. ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന് മാത്രമല്ല, പിന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അഥവാ അതിൻ്റെ ഒരു എന്താ പറയുക, അതൊരു ചരിത്രം ബാക്കിലുണ്ട്. അത് ഇവിടെ പറഞ്ഞ ഒരുപാട് സമയം പോകും. ബനു ഇസ്രായേൽ എന്ന് പറയുന്നൊരു സമൂഹം, അതിൽപ്പെട്ട ഒരു സമൂഹം ഈ ഫിർഔനിൻ്റെ ഫിർഔൻ അവരെ അടിച്ചമർത്തുകയും അവരടിമകളാക്കി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയും കൂടിയാണ് മൂസാ നബി വരുന്നത്. അപ്പം മൂസാ നബി അവരോട് പറഞ്ഞു, ഫിർഔനോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, ഞാൻ നിന്നിലേക്ക് വന്നത് അള്ളാഹുവിൻ്റെ സന്ദേശമായിട്ടാണ് എന്ന് മാത്രമല്ല, ഫഅർസിൽ മഇയ ബനി ഇസ്രായേൽ സമൂഹത്തെ എനിക്ക് വിട്ടുതരണം, അവരെ നീ അയക്കണം. അപ്പോൾ ഫിർഔൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഖാല ഇൻ കുൻത ജിഅത ബിആയത്തിൻ ഫഅതി ബിഹാ ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ അള്ളാഹുവിൻ്റെ ദൂതനാണല്ലോ, നീ അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിനക്ക് മുഅ്ജിസത്തുകൾക്ക് തന്നിട്ടുണ്ടാവുമല്ലോ, നിനക്ക് ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ തന്നിട്ടുണ്ടാവില്ല. ഫഅൽഖി ബിഹ, അല്ലെങ്കിൽ എന്താണ് ഫഅതി ബിഹ എന്നാണ്, ഫൽഖി ബിഹ എന്നല്ല, ഫഅതി ബിഹ, നീ ഇത് കൊണ്ടുവാ. അങ്ങനെ മൂസാ നബിയോടെ നമുക്കറിയാം, വളരെ പ്രസിദ്ധമായ, എല്ലാവർക്കും സുപരിചിതമായ, നമ്മൾക്കൊക്കെ പഠിച്ച, നമ്മുടെ മദ്രസകളിലും മറ്റുമൊക്കെ പഠിച്ച വാദുകളിലൊക്കെ കേട്ട മൂസാ നബിയുടെ വടി പാമ്പായി എന്നൊക്കെ കേട്ട ആ ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. ഫഅൽഖാ അസാഹു ഫഇദാ ഹിയ സുഅ്ബാനുൻ മുബീൻ. അങ്ങനെ മൂസാ നബിയോടും തൻ്റെ മുഅ്ജിസത്ത് വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ മൂസാ നബി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ വടി അവിടെ ഇട്ടുകൊടുത്തു. അപ്പം അത് പാമ്പാവുകയും വ്യക്തമായ വലിയൊരു പാമ്പാവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, വേറൊരു മുഅ്ജിസത്താണ് വനസഅ യദഹു ഫഇദാ ഹിയ ബൈളാഉ ലിന്നാദിരീൻ. തൻ്റെ കയ്യിൽ ഒരു വലിയ പ്രകാശം കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തൻ്റെ ഇങ്ങനെ കൈ കാണിച്ചു കൊടുത്താൽ വലിയ നല്ല ഒരു സൂര്യനെ പോലെ നല്ല പ്രകാശം വരുന്ന ഒരു മുഅ്ജിസത്ത്, അതും കൂടി മൂസാ നബി കാണിച്ചു കൊടുത്തു. മൂസാ നബിയുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് ഈ വടിയെ പാമ്പാക്കുക, പിന്നെ കയ്യിൽ വെളിച്ചം വരുത്തുക. അതൊക്കെ അള്ളാഹു മൂസാ നബിക്ക് കൊടുത്ത ഒരു മുഅ്ജിസത്താണ്. എന്നാൽ തന്നെയും അവരത് വിശ്വസിച്ചില്ല. ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔന ഇന്ന ഹാദാ ലസാഹിറുൻ അലീം. മൂസാ നബിയുടെ സമൂഹം പറഞ്ഞത്, അവിടെ ആൾക്കാർ പറഞ്ഞത്, ഇയാൾ വലിയ സിഹറിൻ്റെ വലിയ ഒരു മജീഷ്യനാണ്, അല്ലെങ്കിൽ സാഹിറാണ് എന്ന് പറഞ്ഞു. നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ നിന്ന് പുറത്താക്കാൻ വന്ന ഒരു മജീഷ്യനാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഫിർഔൻ തൻ്റെ അവിടെ ആൾക്കാരോട് ചോദിച്ചു, ഇങ്ങനെ ഈ മൂസാ നബി ഇവിടെ വന്നത് നിങ്ങളെവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ എന്താണ് ഞാൻ ഇവരെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മൂസാ നബിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഫമാദാ തഅ്മുറൂൻ, നിങ്ങൾ എന്താ പറയുക ഈ വിഷയത്തിൽ?
ഖാലു അർജിഹ് വഅഖാഹു അർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ. അപ്പോൾ മൂസാ നബി അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം തൻ്റെ സഹോദരനായ അല്ലെങ്കിൽ തൻ്റെ തന്നെ എന്താ പറയുക നെയും കൊണ്ടുവന്നിരുന്നു, അഥവാ കൂട്ടത്തിൽ. അപ്പോൾ മൂസാ നബിയെയും തൻ്റെ സഹോദരനെയും നിങ്ങൾ ഇവിടുന്ന് പിന്നെ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വലിയ ഒരു ഗ്രൗണ്ടിലേക്ക്, ഒരു വിശാലമായ ഒരു സ്ഥലത്തൊക്കെ അവരെ ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് മാത്രമല്ല യഅ്തൂക ബികുല്ലി സാഹിറിൻ അലീം, എന്നിട്ട് നമ്മുടെ ഇവിടെ ഈ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ പ്രസിദ്ധമായ വലിയ മജീഷ്യൻസ്മാരൊക്കെ കൊണ്ടുവരണം. എന്നിട്ട് അവരെ നിസ്സാരപ്പെടുത്താൻ വേണ്ടിയാണ് അവർ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ വജാഅ അസ്സഹറതു ഫിർഔന ഖാലു ഇന്ന ലനാ ലഅജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ. അങ്ങനെ സാഹിര്യങ്ങൾ ആൾക്കാർ ഫിർഔന്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, നമ്മളിതിൽ ജയിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, നമുക്കിതിൽ നിന്ന് ഒരു സമ്മാനമായി എന്താണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഫിർഔന് പറയുന്നത് സമാനമായി ഖാല നഅം വഇന്നകും ലമിനൽ മുഖറബീൻ, നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഗാലിബീങ്ങളാവുകയാണെങ്കിൽ, വിജയികളാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത ആൾക്കാരായി മാറണം. അപ്പോൾ ഫിർഔന് പറയുന്ന വലിയ പ്രസിദ്ധനായ സമ്പന്നനായ റബ്ബൊക്കെ വാദിക്കുന്ന വലിയ ആളാണ്. അപ്പോൾ ഫിർഔൻ്റെ അടുത്ത ആളാവുക എന്ന് പറയുന്നത് വലിയ വിഷയമാണ്, വലിയ സമ്മാനമാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക്. അങ്ങനെ മൂസാ നബിയും ഈ പറഞ്ഞ സാഹിര്യങ്ങളായ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി ഖാലു യാ മൂസ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖീൻ. അങ്ങനെ നമ്മുടെ ഈ ഒരു മത്സരം എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ഏതായാലും ആ സംഭവം അവർ സ്റ്റാർട്ട് ചെയ്യാണ്, ആരംഭിക്കുകയാണ്. അങ്ങനെ അവർ ചോദിച്ചു മൂസാ നബിയോട്, അല്ലയോ മൂസ, നിങ്ങളാണോ തുടങ്ങുന്നത് അല്ലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ? അതായത് നിങ്ങൾ വടിയിട്ട് പാമ്പാക്കുന്നോ അതല്ല നമ്മുടെ പ്രകടനം നമ്മൾ നടത്തട്ടെ? അപ്പോൾ മൂസാ നബി പറഞ്ഞു അൽഖു ഖാല അൽഖു ഫലമ്മാ അൽഖൗ സഹറു അയുനൻ നാസി വസ്തർഹബൂഹും വജാഊ ബിസിഹ്റിൻ അദീം. അങ്ങനെ അവരൊക്കെ അവരുടെ വടികളൊക്കെ താഴെയിട്ടപ്പോൾ അതൊക്കെ പിന്നെ ജനങ്ങളുടെ കണ്ണുകൾ വഞ്ചിക്കപ്പെട്ടു. അത് സത്യം പറഞ്ഞാൽ നമുക്കറിയാം മാജിക് എങ്ങനെയാണ് നടക്കുന്നത് എന്ന്. നമ്മുടെ കണ്ണുകളെ മാജിക് കൊണ്ട് നമ്മുടെ കണ്ണുകളെ വഞ്ചിക്കപ്പെടുകയാണ്, നമ്മുടെ കണ്ണുകൾ വഞ്ചിക്കപ്പെടുകയാണ്. അപ്പോൾ കണ്ണുകൾക്ക് ഒരു മയം വരുത്തുകയും അത് പാമ്പ് എന്ന രീതിയിൽ തോന്നിപ്പിക്കുകയും ചെയ്യുന്നൊരു മാജിക് അവർ നടത്തി. സെഹറു അയുനന്നാസ്, കണ്ണുകൾക്കേക്ക് അവർ മയം കൊണ്ടുവന്നു. അങ്ങനെ ജനങ്ങൾക്കൊക്കെ അവരിട്ട ചെറിയ ചെറിയ ത്രെഡുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ നൂലുകളൊക്കെ ഇത് പാമ്പായി മാറുന്നത് പോലെ അവർക്ക് തോന്നി. അപ്പോൾ അല്ലാഹു പറയുന്നു ഇലാ മൂസ അൻ അൽഖി അസാക്, അല്ലാഹു വഹീ നൽകി മൂസാ നബിക്ക് എന്ത് തോന്നിപ്പിച്ചു കൊടുത്തു, മൂസാ നബിയെ നിങ്ങൾ നിങ്ങളുടെ വടിയിടുക. فإذا هي تلقف ما يأفكون فوقع الحق وبطل ما كانوا يعملون فغلبوا هنالك وانقلبوا صاغرين وألقي السحرة ساجدين. الله أكبر. അങ്ങനെ മൂസാ നബി തൻ്റെ വടി ഇട്ടപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അത് വലിയ പാമ്പാവുകയും, നമുക്കറിയാം അവരടുത്തൊക്കെ പറയുന്നത് മറ്റു സ്ഥലങ്ങൾ ഖുർആനിൽ, അത് ചെറിയ ചെറിയ അവരിട്ട പാമ്പുകളൊക്കെ അത് വിഴുങ്ങുകയും എല്ലാവരെയും അതിജയിക്കുകയും ചെയ്തു. ഇത് കണ്ട സാഹിര്യങ്ങളായ ആൾക്കാർ, മജീഷ്യൻസ്, അവർക്കറിയാം മനുഷ്യന്മാരുടെ ഒരു പരിധി എത്രയാണ്, മാജിക് എന്താണ്, അവർക്കത് കാണുമല്ലോ യഥാർത്ഥത്തിൽ എന്താണ്, ഇത് പാമ്പാണോ അല്ലേ. അവരത് പിന്നെ എന്താ പറഞ്ഞാൽ അതവർക്ക് മനസ്സിലാവുകയും അവർ തന്നെ അവർ മനസ്സിലാക്കുകയും അവരൊക്കെ മൂസാ നബിയോക്ക് വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു. അവർ പറഞ്ഞു ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ, അവർ പറഞ്ഞു നമ്മൾ വിശ്വാസികളായിരിക്കുകയാണ്. റബ്ബി മൂസ വ ഹാറൂൻ. അപ്പോൾ മൂസാ നബിയുടെ സഹോദരൻ്റെ പേരാണ് ഹാറൂൻ നബി. അപ്പോൾ മൂസാ നബിയും ഹാറൂൻ നബിയും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. സാഹിര്യങ്ങൾ പറഞ്ഞു നമ്മൾ മുഅ്മിനീകളായിരിക്കുന്നു. അപ്പോൾ ഫിർഔനക്ക് ദേഷ്യമായി, വളരെ അവർ വളരെ ദേഷ്യപ്പെട്ടു. കാരണം ഫിർഔനിൻ്റെ ആൾക്കാരായി വരികയും ഫിർഔനിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വരികയും ഇപ്പോൾ മൂസാ നബിയുടെ ആൾക്കാരാവുകയും ചെയ്തു. ഖാല ഫിർഔന ആമൻതും ബിഹി ഖബ്ല അൻ ആദന ലക്കും
إن هذا لمكر مكرتموه في المدينة لتخرجوا منها أهلها فسوف تعلمون لأقطعن أيديكم وأرجلكم من خلاف ثم لأصلبنكم أجمعين. അങ്ങനെ ഒരു നീണ്ട വിഷയമാണ്. അതായത് പിന്നെ ഫിർഔൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് മൂസാ നബി അവരെ വിശ്വസിക്കുന്നത്? നിങ്ങളെ ഞാൻ നിങ്ങളുടെ പിന്നെ ലൗഖത്തിഅന്ന ഐദിയക്കും അർജുലക്കും മിൻ ഖിലാഫ് എന്ന് വെച്ചാൽ അവിടെ നിങ്ങളുടെ കരങ്ങളെയും നിങ്ങളുടെ കാലുകളെയും കട്ട് ചെയ്യുമെന്നാണ്. അവിടെ മിൻ ഖിലാഫ് എന്ന് വെച്ചാൽ വലത് കൈ കട്ടുക ചെയ്യുകയാണെങ്കിൽ ഇടത് കാല് കട്ട് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഖാലു ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ റബ്ബനാ അഫ്രിഗ അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. വളരെ മനോഹരമാണ് കേട്ടോ, വളരെ മനോഹരമാണ്. നമ്മൾക്കറിയാം, നമ്മൾ ഒരു തെറ്റെന്താണെന്ന് മനസ്സിലാക്കുകയും ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്ത് അപകടം വന്നാലും എന്ത് പ്രശ്നം വന്നാലും അയാൾ ഉറച്ചു നിൽക്കും. അതുപോലെ ഇവരൊക്കെ പിന്നെ മൂസാ നബി സാഹിര്യങ്ങൾക്ക് ഭീഷണി ആര് നൽകുന്നുണ്ട്? ഫിർഔൻ നൽകുന്നുണ്ട്. നിങ്ങൾ കാലുകൾ കെട്ടിയും കൈകൾ കെട്ടിയും നിങ്ങളെ ഞാൻ തൂക്കിലേറ്റും കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയുന്നത് നമ്മൾ അള്ളാഹു നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബായ റബ്ബിനെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, നീ ചെയ്യുന്നത് നിനക്ക് ചെയ്യാം. അപ്പോൾ അതവിടെ വിഷയമാണ്. അത് അങ്ങനെ നീണ്ടുപോകുന്നു. അങ്ങനെ നമുക്കറിയാം, മൂസാ നബി ബനു ഇസ്രായേൽ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പിന്നെന്താണ് അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മിനിങ്ങളായ ആൾക്കാരായവരെ മാറുകയാണ് ഈ സാഹിര്യങ്ങൾ. അവർക്ക് പിന്നെ നിങ്ങളെ ഞാൻ കൊല്ലും, നിങ്ങളെ ഞാൻ തൂക്കിലേറ്റും, നിങ്ങളുടെ കൈകളെ കെട്ടിയും കാലുകളെ നിങ്ങളെ കാലിന് കെട്ടിയും ഇതൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ഇല്ല, നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നിനക്ക് ചെയ്യുന്നത് ചെയ്യാം. അപ്പം നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. എങ്ങനെ? ഇത്രയും കലുഷിതമായ സാഹചര്യത്തിലും പ്രശ്നമുള്ള സാഹചര്യത്തിലും അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ച് തന്ന നമുക്ക് വസ്ത്രവിധാനങ്ങളുണ്ട്. നമ്മൾക്ക് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാനുണ്ട്. അത് എന്ത് പ്രശ്നം വന്നാലും, അത് വസ്ത്രത്തിൻ്റെ വിഷയത്തിലാവട്ടെ, തലമറക്കുന്ന വിഷയത്തിലാവട്ടെ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിലാവട്ടെ, എന്ത് വിഷയത്തിലാവട്ടെ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. സമയനാ വാഴ്ചങ്ങനെ നമ്മൾക്കത് കേട്ടു, നമ്മൾ പഠിച്ചു, വാഴ്ചങ്ങനെ നമ്മൾ അനുസരിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനുശേഷം ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടും മൗജിസത്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടും അവർ വിശ്വസിച്ചില്ല. അവൻ്റെ സംഭവം വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ അള്ളാഹു അവരിലേക്ക് അദാബ് ഇറക്കുകയാണ് പരീക്ഷണമായി. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. വലിയ പരീക്ഷണമാണ്. അള്ളാഹുവരിലേക്ക് തൂഫാൻ, ചിരലുകളുമായി ഒരുപാട് കല്ലുകളൊക്കെ ഇങ്ങനെ അവരിലേക്ക് ഇറങ്ങി, അദാബായിട്ട്. അതുപോലെ ജറാദ് പക്ഷിയും, ജറാദിനോട് നമ്മൾ ഒരുതരം പക്ഷിയാണ്, എവിടെ നോക്കിയാലും അവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ. അതുപോലെ കുമ്മൽ, ലഫാദി, ദം. കുമ്മൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേനുകൾ, എല്ലാവരും അവരുടെ മൃഗങ്ങളിലും മറ്റുമൊക്കെ ചെറിയ ചെറിയ പേനുകളുണ്ട്. അത് മുഖേന അവരുടെ മൃഗങ്ങൾ നശിക്കുന്നു, കൃഷി നശിക്കുന്നു, അങ്ങനെ പോകുന്നു. അതേപോലെ എവിടെ നോക്കിയാലും തവളകൾ. എത്രത്തോളം എന്ന് വെച്ചാൽ അവരിങ്ങനെ ജസ്റ്റ് ഒന്ന് വായി തുറന്നാൽ തവളവരിലേക്ക് വന്നു പോകും. അത്രയും ഫുൾ എവിടെ നോക്കിയാലും തവളകളും പേനുകളും അദാബുകളൊക്കെ ആയിട്ട് അവർ വിഷമത്തിലാണ്. അങ്ങനെ ആകുമ്പോൾ قالوا يا موسى ادع لنا ربك بما عهد عندك لئن كشفت عنا الرجز لنؤمنن لك ولنرسلن معك بني إسرائيل. മൂസാ നബിയെ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് നിന്റെ ദൈവത്തോട്, അള്ളാഹുവിനോട് നീ ഇത് എങ്ങനെയെങ്കിലും നീ അല്ലെങ്കിൽ ഈ അദാബിനെ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് തന്നാൽ നമ്മൾ നിന്നെ വിശ്വസിക്കും, നിന്റെ റബ്ബിനെ നമ്മൾ വിശ്വസിക്കും,
എന്ന് മാത്രമല്ല ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ കൂടെ നമ്മൾ അയച്ചു തരും. അങ്ങനെ അവരുടെ അദാബ് ഉയർത്തി, അല്ലെങ്കിൽ അദാബ് അവരിൽ നിന്ന് സോൾവ് ചെയ്തു. പക്ഷെ അവർ വിശ്വസിച്ചില്ല. അതിനെ തുടർന്ന് മൂസാ നബിയും ബനു ഇസ്രായേലും വേറൊരു അള്ളാഹു വാഗ്ദാനം ചെയ്ത പരിശുദ്ധ ഭൂമിയിലേക്ക് അവർ പോവുകയും അവരുടെ മുമ്പിൽ കടൽ വരികയും പിന്നെ ഇവരെ ഫോളോ ചെയ്ത ഫിർഔൻ്റെ സമൂഹമൊക്കെ അവരുടെ വേക്കിൽ ഫോളോ ചെയ്തു. പക്ഷെ മൂസാ നബി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അടിക്കുകയും കടലിൻ്റെ ഒരു നടുവിൽ ഒരു വലിയ പാദം അല്ലെങ്കിൽ വലിയൊരു റോഡാവുകയും ചെയ്തു. അങ്ങനെ അവരതിലൂടെ കടന്നുപോയി. ഫിർഔൻ്റെ സമൂഹം അതിൽ വന്നപ്പോൾ അവരിലതിൽ മുങ്ങിക്കളയുകയും ചെയ്തു ഉള്ള ചരിത്രമൊക്കെ അറിയുന്നതാണ്, സുപരിചിതം, നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ ആ ഒരു പാർട്ട് അവിടെ കഴിയുകയാണ്, ആ വിഷയം അവിടെ കഴിയുകയാണ്. അതിനുശേഷം പിന്നെ മൂസാ നബിയുടെ ഈ ഒരു ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹം വേറെ ഒരു സ്ഥലത്തേക്ക് പോവുകയും അവരുമായി ബന്ധപ്പെട്ട് ഇൻറ്റേർണൽ ആയിട്ടുള്ള അവരുടെ ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളുമാണ് ഇനി ചർച്ച ചെയ്യുന്നത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ സമൂഹം, ആ ബനു ഇസ്രായേൽപ്പെട്ട സമൂഹം മൂസാ നബിയോട് ആവശ്യപ്പെടുന്നത്, നമുക്ക് മറ്റുള്ളവരെ പോലെ ഒരു ദൈവം ആക്കി തന്നൂടെ, അല്ലെങ്കിൽ ഒരു ബിംബം പോലെ നമുക്ക് ആക്കി തന്നൂടെ ഒക്കെ ഓരോരോ വിഷയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മൂസാ നബി വളരെ ക്ഷമയോടെ വളരെ കാരുണ്യത്തോടു കൂടെ പെരുമാറുകയും ചെയ്തു. അങ്ങനെ അവർ മൂസാ നബിയുടെ സമൂഹത്തെ, അവർ ഈ ഇസ്രായേൽ സമൂഹത്തെയും അവരുടെ പിന്നെ ഫിർഔനിൻ്റെ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു. അങ്ങനെ ഒരു പുതിയൊരു ഒരു ജീവിതം തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ശത്രുക്കളില്ല. ഇനി മൂസാ നബിൻ്റെ അവർ ബനു ഇസ്രായേൽ സമൂഹം പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ അവർക്കൊരു മാർഗനിർദ്ദേശങ്ങൾ അവരുടെ ഒരു സന്മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു കിതാബൊക്കെ കൊടുക്കണമല്ലോ. അപ്പം അള്ളാഹു വാഗ്ദാനം നൽകുന്നുണ്ട്, മൂസാ നബിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കിതാബ് നൽകുന്നുണ്ട് എന്ന്. അപ്പോൾ അതിന് വിഷയമായി ബന്ധപ്പെട്ടിട്ട് മൂസാ നബിക്ക് തൂരിസി അവിടെ ഖുർആനിൽ പറയുന്നുണ്ട് 142 ആയത്തിൽ, വവാഅദ്നാ മൂസ 30 ലൈലതൻ വഅത്മംനാഹാ ബിഅശ്റിൻ فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. അപ്പോൾ ഇവർക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് മൂസാ നബിക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയ കിതാബിന് വേണ്ടിയിട്ട് മൂസാ നബി ഒരു 40ഓളം ദിവസങ്ങൾ വിട്ടു നിൽക്കുന്നുണ്ട്. അതൊക്കെ അറിയാൻ അള്ളാഹുവിനോട് സംസാരിക്കുന്നതും മറ്റ് അള്ളാഹുവിനെ കാണാൻ മൂസാ നബി പറയുന്നതും ഒക്കെ ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഏതായാലും മൂസാ നബി വിട്ടുനിൽക്കുന്നു. അപ്പോൾ വിട്ടുനിൽക്കുമ്പോൾ സഹോദരനായ ഹാറൂൻ നബിയോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സമൂഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം, അവരെ തെറ്റിലേക്ക് പോകാൻ നിങ്ങൾ സമ്മതിക്കരുത്, സൂക്ഷിക്കണമെന്ന് വിശ്വസിച്ചേൽപ്പിച്ച് ആര് പോകുന്നു? മൂസാ നബി പോകുന്നു. അങ്ങനെ മൂസാ നബി മൂസാ നബി അവിടെ നിന്ന് വിട്ടുപോയപ്പോൾ ഈ ഹാറൂൻ നബിയാണല്ലോ ഇവരെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഹാറൂൻ നബിക്ക് മൂസാ നബിയെപ്പോലുള്ള അധികാരമൊന്നുമില്ല അവർക്കിടയിൽ. അങ്ങനെ ഈ ഒരു ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാൾ സാമിരി എന്ന് പറയുന്ന ഒരാൾ ഒരു പശുവിൻ്റെ ഒരു രൂപമുണ്ടാക്കുകയും അതിനെ ഒരു ദൈവമായി കാണാൻ ശ്രമിക്കുകയും ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ മൂസാ നബിയെ പോലല്ലല്ലോ ഹാറൂൻ നബിക്ക് അധികാരമില്ല, ഇവർക്കിടയിൽ സ്വാധീനമില്ല. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ മൂസാ നബിൻ്റെ അള്ളാഹു വാഗ്ദാനം ചെയ്തതുപോലെ അൽവാഹുകളൊക്കെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മൗഇദത്തുകൾ, ഉപദേശങ്ങൾ കൊണ്ടുവരികയും ഇവരെ സമൂഹത്തെ കാണുകയും ചെയ്തപ്പോൾ മൂസാ നബിക്ക് വലിയ ദേഷ്യമായി. കാരണം ഇവർ പോകുമ്പോൾ ഉണ്ടായതല്ല ഇപ്പോഴുള്ള സമൂഹം. കാരണം ഇവർ ഒരു പശുവിനെ പോലുള്ളൊരു ബിംബത്തെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അവർ ആരാധിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. സാമീരിയാണത് ആരംഭിച്ചത്. അങ്ങനെ അവർക്ക് വിഷമമാവുകയും
വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മൂസാ നബിക്ക്. മാത്രമല്ല മൂസാ നബിയോട് ഇതൊക്കെ ക്ഷമിക്കുകയും ചെയ്തു. മൂസാ നബി ഹാറൂൻ നബിയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ പറ്റിയത്? നിങ്ങൾക്ക് എന്താണ് മൂസാ നബിയുടെ ഹാറൂൻ നബിയുടെ നബിക്ക് ആക്രമിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മൂസാ നബി ആക്രമിക്കുന്ന വെച്ചാൽ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മൂസാ നബി പറയുന്നുണ്ട്, മൂസാ നബിയോട് അവർ പറയുന്നുണ്ട്, നിങ്ങളെ ആക്രമിക്കരുത്, ഞാൻ എന്ത് ചെയ്യാനാ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്തത്, എൻ്റെ പരിധിക്കപ്പുറമായിരുന്നു. അവരത് പിൻപറ്റിയിട്ടുണ്ട്. അങ്ങനെ എന്നിട്ടും അവർ മൂസാ നബി തൻ്റെ സമൂഹത്തിന് എന്ത് ചെയ്തു? മാപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്ത് അവർ പിന്നെയും ആവശ്യപ്പെടുന്നു, മൂസാ നബിയെ നമുക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണണം, അങ്ങനെ നേരിട്ട് കാണണമെന്നൊക്കെ പറയുന്നു. അവർ എന്താണ് മൂസാ നബി അങ്ങനെ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു, 70ഓളം ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും അങ്ങനത്തെ വീണിൻ്റെ വിഷയമാണ്. അള്ളാഹു മൂസാ നബി എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടും വലിയ ഒരു സമൂഹം എന്താണ് വിശ്വസിക്കാൻ ചെവികൊള്ളുന്നില്ല, വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ചെയ്യൂല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. കാരണം ഇവിടെ മൂസാ നബി എന്തൊക്കെ കാണിച്ചു കൊടുത്തു, മൗജിസത്തുക്കൾ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണ്, ഹിദായത്ത് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു വിഷയം പറയുന്നുണ്ട് അവിടെ. ഈ എന്താണ് 175-ാമത്തെ ആയത്തിൽ, 175-ാമത്തെ ആയത്തിൽ അവിടെ പറയുന്നത്, ബൽഗം ഇബ്നു ബൽഗൂർ എന്ന് പറയുന്ന ഒരാൾ വലിയ ഇൽമുള്ള വലിയ മനുഷ്യനായിരുന്നു. എന്ന് വെച്ചാൽ വലിയ വിജ്ഞാനിയായിരുന്നു, എന്ന് വെച്ചാൽ വലിയ ഇൽമുള്ള പണ്ഡിതനായിരുന്നു. واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين. വലിയ ഇൽമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അഹങ്കാരിയായിരുന്നു അദ്ദേഹം. എന്താണ്, ഒരു ഇൽമുള്ള ആളാണെങ്കിലും പക്ഷെ അയാൾ അഹങ്കാരിയായിരുന്നു. അപ്പം അത് അയാൾ നഷ്ടപ്പെടുത്തുകയും ശൈത്താൻ്റെ വഴി അയാൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾക്ക് ഹിദായത്ത് പിന്നെന്താണ് അള്ളാഹു എന്താ പറയുക അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം 179-ാമത്തെ ആയത്തിൽ അള്ളാഹു വലിയൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം പറയുകയാണ്. 179-ാമത്തെ ആയത്തിൽ എന്താണ്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. ഇത്ര മനോഹരമാണ്. അള്ളാഹു നമുക്ക് ഖൽബ് തന്നു, മനസ്സ് തന്നു, ബുദ്ധി തന്നു ചിന്തിക്കാൻ, നമുക്ക് കണ്ണ് തന്നു കാണാൻ, സത്യം മനസ്സിലാക്കാൻ, ചെവി തന്നു കേൾക്കാൻ, അറിയാൻ, മനസ്സിലാക്കാൻ. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല. അവർ മൃഗങ്ങളെപ്പോലെയാണ്. മൃഗങ്ങൾ എന്ന് മാത്രമല്ല, മൃഗങ്ങളെക്കാൾ അധപതിച്ചവരാണ്. എങ്ങനെ അധപതിച്ചതാണ്? മൃഗങ്ങൾ പറയുമ്പോൾ അല്ലാഹു അവർക്ക് നൽകിയ ഡ്യൂട്ടിയുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവരനുസരിച്ചിട്ട് ഇപ്പോൾ പശുവാണെങ്കിൽ മേയുന്നു, തിന്നുന്നു, മനുഷ്യന്മാർക്ക് പാൽ കൊടുക്കുന്നു, അതൊക്കെയാണ് വിഷയം. നേരെ പറഞ്ഞ് നമ്മളാണെങ്കിലോ നമ്മൾ നന്മ ചെയ്യുന്നില്ല, തിന്മയാണ് ചെയ്യുന്നത് എന്ന് അവിടെ സൂചന നൽകുന്നുണ്ട്. അതാണൊരു വിഷയം. പിന്നെ ഒരു വിഷയം പറയുന്നത് 204-ാമത്തെ ആയത്തിൽ വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. വലിയ വിഷയമാണത്. അതായത് നമ്മുടെ ഖുർആന് നമ്മളിലേക്ക് ഓതപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതുന്ന കേൾക്കുകയാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ ഓതുന്ന കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബിലോ മറ്റുമൊക്കെ ഒരാൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്തമിഉ ലഹു, നമ്മളതിൽ ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, നമ്മൾ ശാന്തരാവുകയും ആ ഖുർആനെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ്, നമ്മളത് മനസ്സിലാക്കണം. അതിനുശേഷം ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി യുസബ്ബിഹൂനഹു വ യസ്ജുദൂൻ പറയുന്ന അവിടെ ആയത്തിൻ്റെ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നത്. എന്നാൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മളവിടെ സുജൂദ് ചെയ്യണം. ഇത് തിലാവത്തിൻ്റെ സുജൂദ് എന്ന് നമ്മൾ പറയും. ഒരു സുജൂദാണ്. നമ്മൾ നിയ്യത്ത് വെക്കുകയും സുജൂദ് ചെയ്യുകയും സജദ വജ്ഹിഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ർ പറയുകയും ചെയ്യുക സുജൂദിൽ.
ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന സൂറത്തുൽ അംഫാലാണ്. അംഫാൽ എന്ന് പറയുന്നത് അത് യുദ്ധം മുതലിൽ നിന്ന് കിട്ടിയ ഒരു സമ്പത്തിൻ്റെ കുറച്ച് സമ്പത്തുകൾ എന്നാണ് അംഫാൽ എന്ന് പറയുന്നത്. ഇത് ബദർ യുദ്ധത്തിന് ശേഷമാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഒരു ആയത്ത് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങളെ പറ്റി ഇവിടെ പറയുന്നത്, മുഅ്മിനീങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് ഖുർആൻ അവരിലേക്ക് ഓതപ്പെടുകയാണെങ്കിൽ, ഖുർആൻ അവർ കേൾക്കുകയാണെങ്കിൽ വജിലത്ത് ഖുലൂബ്, അവരുടെ ഹൃദയങ്ങളിങ്ങനെ പെടക്കും. ഹൃദയങ്ങൾ നമുക്കറിയാം, കുറേ ആൾക്കാർ ഇങ്ങനെ ഖുർആൻ ഓതി കേട്ടാൽ അവർ കരിഞ്ഞു. അതേപോലെ അവർക്ക് ആയത്തുകൾ നമ്മളിങ്ങനെ അവരുടെ ഈമാനിങ്ങനെ വർദ്ധിക്കുകയാണ്. ഖുർആൻ ഓതുകയാണെങ്കിൽ, ഖുർആൻ അവരിലേക്ക് ഓതപ്പെടുകയാണെങ്കിൽ അവർ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുന്നവരാണ്, തവക്കുൽ ചെയ്യുന്നവരാണ്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്, അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അവർ സകാത്തും മറ്റൊക്കെ കൊടുക്കുന്നവരാണ്. അവരാണ് മുഅ്മിനീങ്ങൾ. അവരുടെ സ്ഥാനമെന്നുള്ളത് വലിയ സ്ഥാനമാണ്. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന് അവിടെ അള്ളാഹു പറയുന്നുണ്ട്. അതിന് ശേഷം ബദർ യുദ്ധത്തെ പറ്റിയിട്ട് പറയുന്നത്, കാരണം ഞാൻ പറഞ്ഞല്ലോ, ബദർ യുദ്ധത്തിൽ അള്ളാഹു നിങ്ങൾക്ക് സഹായിച്ചു, നിങ്ങൾക്ക് മാലാഖമാരെ ഇറക്കി സഹായിച്ചു. അതൊക്കെ നിങ്ങൾ ഓർക്കണം, അനുഗ്രഹങ്ങളെ. ശരിക്കും പറഞ്ഞാൽ ആ ബദർ യുദ്ധം എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്, നിങ്ങളല്ല ഓരോ അമ്പുകളും നിങ്ങളെ എറിയുന്നത്, നിങ്ങളല്ല, അള്ളാഹുവാണ് എറിയുന്നത്. وما رميت إذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا إن الله سميع عليم. ബദർ യുദ്ധം എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് സഹായിച്ചതാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കണം എന്നുള്ള അവർ ബദർ യുദ്ധത്തെ പറ്റിയിട്ടും അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സമയം ഇപ്പം തന്നെ ആയില്ലല്ലോ. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന പറയുന്നത്, അതായത് നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും അത് ഫിത്നയാണ്, പരീക്ഷണമാണ്. എങ്ങനെ? നമ്മൾക്ക് സമ്പത്ത് അള്ളാഹു നൽകുക എന്നുള്ളത് അത് ഒരു അനുഗ്രഹമാണ്, ഫദ്ലാണ്. ദാലിക ഫദ്ലുൻ മിനല്ലാഹ്, ഒരു അള്ളാഹു നൽകുന്ന നമുക്കൊരു ശ്രേഷ്ഠതയാണ് സമ്പന്നനാവുക എന്നുള്ളത്. പക്ഷെ അതൊരു പരീക്ഷണം കൂടിയാണ്. നമ്മളത് ആ സമ്പത്ത് കൊണ്ട് നമ്മൾ സകാത്ത് കൊടുത്തില്ലെങ്കിൽ, ആ സമ്പത്ത് കൊണ്ട് നമ്മൾ നന്മ ചെയ്തില്ലെങ്കിൽ നമ്മൾ പരാജിതരാകും. ആ സമ്പത്ത് കൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോകും. അതേസമയം നമ്മുടെ മക്കളും നമ്മൾക്ക് അനുഗ്രഹമാണ്. നമ്മൾക്ക് മക്കൾ അനുഗ്രഹമാണ്. എങ്ങനെ? നബി തങ്ങൾ പറഞ്ഞുവല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾക്ക് മക്കളുണ്ടാവുക അത് എങ്ങനെ നമ്മൾക്ക് ബാക്കിയാവുന്ന അമാലുകളിൽപ്പെട്ടതാണത്. നമ്മൾക്ക് നല്ലൊരു മക്കളുണ്ടായാൽ നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നമുക്ക് ദുആ ചെയ്യുന്ന മക്കൾ, അത് നമുക്ക് അനുഗ്രഹമാണ്. നേരെ മറിച്ച് നമ്മൾ മക്കളെ പരിപാലിച്ചില്ലെങ്കിൽ, അവർക്ക് നല്ല വിദ്യാഭ്യാസം, ദീനിയായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചില്ലെങ്കിൽ അത് പരീക്ഷണമാണ്. കാരണം അവർ മോശപ്പെട്ടു പോയാൽ, അവർ ദുഷിച്ചു പോയാൽ, ദുർമാർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി പേരൻസാണ്. അവർക്ക് അള്ളാഹു നമുക്ക് നൽകിയ ഒരു അമാനത്താണ്, വിശ്വസിച്ചേൽപ്പിച്ചൊരു സമ്പത്താണ്, ഒരു സ്വത്താണ് നമ്മുടെ മക്കൾ. ആ മക്കളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തില്ലെങ്കിൽ, നല്ല രീതിയിൽ അവർക്ക് ദീനി വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ നമ്മൾ വിരൽ കടിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേസമയം നമ്മൾ അവരെ നല്ല രീതിയിൽ വളർത്തിയാണെങ്കിൽ അത് തന്നെ നമുക്കറിയാം, ഹിഫ്ള് പഠിച്ചാൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് ശുപാർശ ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇൽമിയായ കാര്യങ്ങൾ, ദീനീയായ കാര്യങ്ങൾ മക്കളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കരുത് എന്നല്ലല്ലോ. ഭൗതിക ഇപ്പോൾ ഒരുപാട് സാമാന്യ വിദ്യാഭ്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താണ്, അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്താണ്, ഈ മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഈ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ പഠിച്ച് ഒരുപാട് ഉഷാറാവുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ദീനി വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുകയും അതിലേക്ക് നിങ്ങൾ മുൻഗണന നൽകുകയും ചെയ്യുക. അപ്പോൾ ദീനി വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്കൊരു ബോധം ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ശൈത്താൻ മുമ്പിലും ബേക്കിലും ഫ്രണ്ടിലും എല്ലാ വശത്തു നിന്നും ശൈത്താനെ നമ്മളെ ഒന്ന് ഫിത്നയാക്കാൻ നോക്കും. സമയത്ത് നമ്മുടെ മക്കളെ നമ്മൾ നോക്കിയില്ലെങ്കിൽ നാളെ നമ്മൾ നഷ്ടത്തിലാവും, ഖേദത്തിലാവും, പരാജയത്തിലാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കൾ അള്ളാഹു നൽകട്ടെ.
തന്ന മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. പിന്നെന്താ, മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, നാട്ടുകാർക്ക്, രാജ്യത്തിന് കൺകുളിരമയാകുന്ന മക്കൾ അല്ലാഹു വിടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല നല്ല ദിവസങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു. റജബിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു, ശഅബാനിൻ്റെ ദിവസങ്ങൾ, റമദാൻ നമ്മളിലേക്ക് അടുത്തു വരികയാണ്. അപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ ബല്ലഅനാ റമദാൻ. അല്ലാഹുവേ റമദാൻ നമ്മളിലേക്ക് എത്തിച്ചതാ അല്ലാഹ്. റമദാനിൽ ഒരുപാട് അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വ തിലാവത്തിൽ ഖുർആൻ. ഒരുപാട് അമാലുകൾ, ഒരുപാട് നന്മകൾ ചെയ്യാൻ, ഖുർആൻ ഓതാൻ, ഖുർആൻ മനസ്സിലാക്കി ഓതി. ഈ ഒരു അവസരമാണിത്. ഇത് നമ്മൾ കേട്ട് പഠിച്ച് ഖുർആൻ മനസ്സിലാക്കി ഓതാനും അതുപോലെ നന്മകൾ ചെയ്യാൻ, ദാനധർമ്മങ്ങൾ ചെയ്യാനൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമ്മളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, പ്രത്യേകിച്ചും നമ്മുടെ സഹോദരന്മാരായ ഫലസ്തീനിലുള്ള, ഗസയിലുള്ള ആൾക്കാർക്കൊക്കെ അല്ലാഹു ശാന്തിയും സമാധാനവും വിജയം നൽകട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.